ഹായ് വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ. നമ്മുടെ ഈ ലൈഫ് സൈക്കിൾ എന്ന ചാനലിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് പറയുന്നത് ഓട്ടോമൊബൈൽ റിവ്യൂസും പിന്നെ ഓട്ടോമൊബൈൽ ന്യൂസസ് ആണ്. ഓട്ടോമൊബൈൽ ന്യൂസുകൾ എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ഏതൊക്കെ വാഹനങ്ങൾ ലോഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റ് വരുന്നു, അല്ലെങ്കിൽ ഗ്ലോബൽ എൻക്യാപ്പിൽ അല്ലെങ്കിൽ ഈ ക്രാഷ് ടെസ്റ്റുകൾ നടത്തുന്നു, അതിന്റെ റേറ്റിംഗുകൾ, അങ്ങനെ പലതരത്തിലുള്ള ഓട്ടോമൊബൈൽ റിലേറ്റഡ് വീഡിയോസ് ആണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഈ അടുത്ത് സുസുക്കി ഓൾട്ടോന്റെ ഒരു പുതിയ മോഡലിനെ കൊണ്ടുവരുന്നു. അതിലൊരു CVT ട്രാൻസ്മിഷനും ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ന്യൂസ് പോലെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിന് താഴെ ഒരു വ്യക്തി വന്നിട്ട് ഒരു കമന്റ് ഇടുകയുണ്ടായി. അതെങ്ങനെയാണ്, ഇങ്ങനൊരു ന്യൂസ് സുസുക്കി ഗ്ലോബലി പ്രഖ്യാപിച്ചിട്ടില്ല, ആരും ഇവൻ പറയുന്നത് കേട്ട് വിശ്വസിക്കണ്ട. പിന്നെ എനിക്കൊരു വാണിംഗ് ആണ് ഇവൻ തന്നിരിക്കുന്നത്, എടാ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാതെ വല്ല പണിയും ചെയ്ത് ജീവിക്കാൻ. അപ്പോൾ ഈ കമന്റ് എന്നെ പേഴ്സണലിയും പിന്നെ എൻ്റെ ചാനലിന്റെ ക്രെഡിബിലിറ്റിനെയും ബാധിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാനൊരു കമന്റ് റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, സുസുക്കി ഒരു ഓൾട്ടോനെ, അതായത് 650cc എഞ്ചിനുള്ള CVT ഗിയർ ബോക്സും ഓപ്ഷണലായിട്ട് ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പ് ഉള്ള ഒരു വാഹനത്തിനെ ജപ്പാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കമന്റ് ചെയ്ത വ്യക്തിയോട് അടക്കം പറയുകയാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ജപ്പാൻ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്, അതിന്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ജാപ്പനീസ് ലാംഗ്വേജിലാണ് ഈ വെബ്സൈറ്റ് ആദ്യം തുറന്നു വരിക, പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിലും കാണാൻ സാധിക്കും. അപ്പോൾ ഞാനും ഇത് വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം തന്നെയാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. നമ്മളൊരു യൂട്യൂബ് ചാനൽ നുണ പറയാൻ വേണ്ടിയല്ലല്ലോ ഉണ്ടാക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓട്ടോമൊബൈൽ കണ്ടന്റുകൾ ചെയ്യുമ്പോൾ ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അവരുടെ ഗ്ലോബൽ വെബ്സൈറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ സന്ദർശിച്ച് അത് ഒരു 100% ഉള്ളതാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ളത്. ചില കേസുകൾ നമ്മൾ എന്തോരം സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ശരിയാണെന്ന് വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകാറുണ്ട്. അതായത് 99% ശരിയാവാറുണ്ട്. 1%ഒക്കെയാണ് നമ്മൾ ഫേക്ക് ന്യൂസുകളായിട്ട്, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല അറിയാണ്ട് തന്നെ ഫേക്ക് ന്യൂസുകൾ വന്നു പോകുന്നത് ഒരു 1% മാത്രം, 1% താഴെ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീൻ റെക്കോർഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ജപ്പാനിൽ ഒരു 650cc ഒരു ഓൾട്ടോ വാഹനത്തെ കൊണ്ടുവരുന്നുണ്ട്. അതിലൊരു CVT ഗിയർ ബോക്സും ഉണ്ടാവും, പിന്നെ ഓപ്ഷണലായിട്ട് ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പും ഉണ്ടാവും. അപ്പോൾ ഈ ജപ്പാനിൽ കൊടുക്കുന്ന ഈ സെറ്റപ്പുകൾ, അതായത് CVTയും ഓൾ വീൽ ഡ്രൈവ് ഒക്കെ കൂടി ഈ ഓൾട്ടോ എന്ന വാഹനത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വിപണി പിടിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ചാനലിനെ അല്ലെങ്കിൽ പേഴ്സണൽ ക്രെഡിബിലിറ്റിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മളൊരു കമന്റിന് റിപ്ലൈ കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എൻ്റെ ഈ ചെറിയ ചാനലിലെ വീഡിയോസ് കണ്ട് ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. ബൈ.